ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ഇന്നത്തെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് വെച്ചാൽ സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ബൂത്തിൻ്റെ ഉള്ളിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഉപ്പയാണ്. അപ്പോൾ സിനുവിൻ്റെ ഒപ്പം എന്താ വെച്ചാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ പാടും. അപ്പോൾ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഫുൾ ടൈമുള്ള ആൾക്കാരല്ല, അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലുള്ള സ്ഥിതിക്ക് വേറെ എവിടെ പോയിട്ടാണ് പാടേണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം പാടാനൊക്കെ അങ്ങനെ മടിച്ചൊന്ന് നിർബന്ധിച്ചിട്ടോ നമ്മൾ പാടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പാടി ഔട്ട് എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് സ്റ്റുഡിയോ വിശേഷങ്ങളും ബാക്കിയുള്ളതൊക്കെ കാണാം. പിന്നെ ഇന്ന് ബാക്കി എല്ലാവരും പാടാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സിനു വലിയ ആളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓളെയും കൊണ്ട് പാടാൻ പറഞ്ഞ ഓളിട്ട് പാടില്ല. ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ഇല്ലേ, കുറച്ചും കൂടെ അടുത്തുനിന്ന്. ഓക്കെ, അതിലൊന്ന് പാടിക്കോട്ടാ. ട്രാക്ക് കേൾക്കണില്ലേ? ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീബിന്റെ കൽബിൽ നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനയോർത്ത് വേദന കോരുത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ചേ, ആമിന ബീബു മകനിൽ ചുംബനമാണച്ചേ. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ചേ, ആമിന ബീബു മകനിൽ ചുംബനമാണച്ചേ. അത്തലിൽ മുത്ത് മോനെ ആറ്റുനോറ്റ് പോറ്റി, ആമിന ബീബു മകനെ ആശയോടെ പീറ്റി. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. അങ്ങനെ കായ് സിനുവിൻ്റെ ഫാമിലി പോവുകയാണ്. എന്തായാലും 2-3 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ പാട്ടൊക്കെ പാടി എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ച് അരീക്കോട്ടിലോട്ട് തന്നെ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് അല്ലേ എൻ്റെ ഉപ്പച്ചൊക്കെ പോയി. ഒരാളെ കൊണ്ടുപോകാതെ പോയി തറേ. ഞാൻ പോകേണ്ടി വെച്ചിട്ട് എൻ്റെ ഒപ്പം കയറിയതാണ്. ശുണ്ടിയാണ്. ഓക്കെ, അങ്ങനെ എന്തായിരുന്നു കുട്ടീനെ കൂടി ഞാനൊന്ന് ടൗണിൽ പോയി തരാം. ഡ്രസ്സ് മാറ്റിക്കോളിട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി തിന്നാൻ കൊടുത്തോ? തിന്നാൻ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പം ഇനി ഞങ്ങള് വീണ്ടും എവിടേക്ക് പോവാണേ? ഇനി നമ്മള് വീണ്ടും തിരൂർക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ തിരൂർക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ മിനിമം 2.5 മണിക്കൂറേലും വേണം കേട്ടോ. അത്യാവശ്യം ദൂരമുണ്ട് അല്ലേ. നമ്മളിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇവരെയും കൂട്ടി അവിടെ പോയി. ഇന്ന് ചക്കര വീട്ടുകാരൊക്കെ ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളിനി അവിടെ പോവുകയാണ്. പിന്നെ പോരാത്ത ഒരു ഫങ്ഷനുണ്ട്, അപ്പോൾ ആ ഫങ്ഷനും പങ്കെടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫങ്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ഫങ്ഷനാണ്. എല്ലാവരും ഞെട്ടാൻ പോവാണ് അല്ലേ? ഫങ്ഷനൊന്നല്ല, ആരും ഫങ്ഷനൊന്നല്ല. ഒരുങ്ങനെ പറഞ്ഞ അളിയ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ എന്തായാലും വരണോന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഫ്രീ തന്നെയാണ്, ഇന്ന് സൺഡേ ആണ്. പോകാൻ നിൽക്കുകയാണ്. പിന്നെ പോലെ അത് എനിക്കൊരു മോട്ടറിൻ്റെ ആൾ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എത്ര ദിവസം വിളിച്ച് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഇറങ്ങിയ ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും വീട് എത്തേണ്ടതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അവരൊക്കെ വന്ന് ഭംഗിയായി എല്ലാ പരിപാടികളും കഴിഞ്ഞ് പാട്ടടക്കം പാടിയിട്ടാണ് നമ്മൾ വിട്ടത്. സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല. അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കുന്നുണ്ട്.
ഇത് കണ്ട എന്താ പറഞ്ഞ അമ്മായിമ്മ പോയി അതുകൊണ്ട് സിനുവിന്റെ വീട്ടുകാർ വന്നത് അല്ല അങ്ങനെയല്ല, മെയിൻ ആയിട്ട് ചക്കരനെ കാണാനാണ് ഓര് വന്നത്. കാണാൻ ഇപ്പച്ചി വന്നിട്ട് ഈ തോക്ക് കേറിയിട്ട് ആരും വീട്ടിലേക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് എന്തു പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ട വീഡിയോ ഇടുന്നോണ്ടല്ലേ പറയുന്നത് എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കി, വെറുതെ അങ്ങനത്തെ നമ്മള് വീഡിയോ ഇടുന്നോണ്ട് നമുക്ക് കേൾക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മള് ചെയ്യുന്നോണ്ടാണല്ലോ അത് വരുന്നത്. പക്ഷെ ഒരു ശരാശരി ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമ്മുടെ സംസ്കാരം, നമ്മൾ പ്രവർത്തിക്കുക. അത് ഞാൻ വീഡിയോ ഇട്ടില്ലാന്നുണ്ടെങ്കിലും ഞാൻ വേറൊരാളോട് അപ്പോൾ അവ അങ്ങനെ നടന്നു പോവാണ്, ഞാൻ ഊഹിക്കണം ഓൻ്റെ അമ്മായിമ്മ പോയതുകൊണ്ടാണ് ഓൻ അതിന് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ. അതായത് എന്തിനാണ് അവര് വന്നെന്നുള്ള കാര്യം തിരക്കാൻ പോലും അവര് വല്ലപ്പോഴും വന്ന് നിൽക്കണം. എല്ലാരും വന്ന് നിൽക്കുക. ഓൻ എന്നോ വരണം വന്ന് നിൽക്കുക. പിന്നെ ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓലക്കൊരു ടൈം, പിന്നെ ഇപ്പോൾ അനിയത്തിക്ക് സ്കൂളാണ്. അപ്പോൾ വെള്ളിയാഴ്ച സ്കൂള് കഴിഞ്ഞാൽ അങ്ങനെ വന്നത്, ഇനി നാളെ സ്കൂൾ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് തോക്ക് കയറിയിട്ട് ആരും വെടിവെക്കാൻ നിൽക്കരുത്. അത്യാവശ്യം ദൂരമുണ്ട്. അവരൊരു വട്ടം, ഞാൻ പറഞ്ഞില്ല, ഒരു വട്ടം ഓരെല്ലാവരും വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കുട്ടീനെ കണ്ടു പോയതാണ്. ഇന്ന് ഉപ്പച്ചക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അവർ തിരൂരിലോട്ട് വന്ന് കുട്ടിയെ കാണാനും പിന്നെ കൊല്ലത്തേരെ കാണാനൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള വൃത്തിയാക്കൂല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കണ്ടു. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരെ നമുക്ക് വൃത്തിയാക്കണം, ആരുണ്ടോ ആരില്ല എന്നുള്ളതല്ല. ആൾക്കാർ കൂടുമ്പോ നമുക്ക് വിചാരിച്ച പോലെ നടക്കൂല. അതിന് പിന്നെ പേര ഓല് വൃത്തിയാക്കാഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നുമില്ല. ആൾക്കാർ കൂടുമ്പോ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ആരുമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോവാ, വെച്ചിട്ടാക്കണില്ല. അപ്പൊ വൃത്തിയാക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ എന്താ പറയാ അങ്ങനെ എന്തൊക്കെയോ കടന്ന് കൂടുതൽ ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എന്താ ഈ കമന്റ് ഇങ്ങനെ ഡിലീറ്റ് ആക്കണെന്നാണ്. ഇനി എന്റെ പെരക്കാര് കണ്ട പോലെ എന്താ വിചാരിക്കാതെ പറഞ്ഞിട്ട്. കാരണം എല്ലാവരും സന്തോഷത്തോടെ കൂടുകയല്ലേ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണേ. അങ്ങനെ കമന്റ് ഇടുന്നോണ്ട് നമ്മള് വീഡിയോ ഇടുന്നുണ്ടാ നിങ്ങൾ ഇടണ്ടെന്നൊക്കെ പറയും. ഇത് പക്ഷെ നമ്മളത് തൊഴിലാണ്. മറ്റേ വ്ളോഗിൽ ഞാൻ അവിടെ പോയി നോക്കി, മറ്റേ വ്ളോഗിലൊക്കെ എത്രയോ ചിരിക്കണും ഇതാക്കണൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ അമ്മായിമാരാണ് എന്തിനാ നിങ്ങൾക്ക് ഒക്കെ കമന്റ് ഇടുന്നത് പെണ്ണുങ്ങളാണ്. നിങ്ങളെ കുറ്റം പറയാലോ. ഞങ്ങളൊക്കെ ഒരു പെരയിലെ അവസ്ഥ ആലോചിക്കാണ്. നമ്മള് കമന്റിന് റിയാക്ഷൻ ചെയ്യുന്നു. നമ്മൾ നല്ല രീതിക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും വന്നിട്ട് ഞാനിപ്പോ റിയാക്ഷൻ ചെയ്യാൻ നിൽക്കലേ ഇല്ല. എന്തുകൊണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എത്രയോ വീഡിയോയിൽ ഇതന്നെയല്ലേ പറയുന്നത്. എന്താ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം? ഒരു കാര്യമില്ല. ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും നമ്മള് ഇത് റിയാക്ഷൻ അല്ല, ഇത് നമ്മുടെ ഒരു അവസ്ഥ പറയാ. അതെന്തൊന്നും ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ആണുങ്ങളൊന്നും കിട്ടൂല. നാട്ടിൽ പോകാൻ എത്ര കാലം പിടിച്ചോണോ ആണുങ്ങളെ കുടുംബം. കാരണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു വണ്ടി നിർബന്ധമാണ്. അപ്പൊ കൊറേ പണിക്ക് പോണ ആണുങ്ങളെ കിട്ടണം. വളച്ചിങ്ങനെ ഒടിക്കരുത്. ഓല് പോയതുകൊണ്ട് ഇവര് വന്നു, ഇവര് പോയതുകൊണ്ട് ഓല് വന്നു, അമ്മായിമ്മ പോയതുകൊണ്ട് ഇങ്ങനെ ആക്കി. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ഞങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ നമ്മൾ ഇനി വീണ്ടും അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെല്ലാവരെയും എന്താക്കണം, ഒരു വന്നാൽ അതിനനുസരിച്ച് നമ്മൾ എല്ലായിടത്തും നിൽക്കണം. മനസ്സിലായില്ലേ? നമുക്ക് ആര് വന്നാലും സ്വീകരിക്കലുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു കുട്ടിക്കും വയ്യാതാന്ന് നമ്മൾ വ്ളോഗിൽ പറഞ്ഞത്. ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും ഹാപ്പിയായി. പാട്ട് പാടൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിച്ച് അല്ലേ. പുതിയ ഞാൻ കൊണ്ട് അടക്കം പാട്ടൊക്കെ ആണ് പാടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചാനലിൽ ഇടാത്തത്. ഓക്കെ. കോപ്പിറൈറ്റ് വന്ന് നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് പാട്ടൊക്കെ നല്ല വൃത്തിക്ക് പാടി വെച്ചിട്ടുണ്ട്. പിന്നെ വാപ്പ പാട്ടുകാരനാവുകൊണ്ട് അല്ലേ അത്യാവശ്യം പാടും. കുഴപ്പമില്ലാത്ത ഇതാവുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വേഗം പാടി കഴിഞ്ഞ് പോന്നിക്കണേ. ഓക്കെ. നിന്റെ അലേഹയും കൂടി പാടാനാവണം ഗൈസ്. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.